ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലെത്തുകയാണ്. അല്പസമയത്തിനകം പാലക്കാട് മേഴ്സി കോളേജ് മൈതാനത്ത് പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്ന് റോഡ് മാർഗം അഞ്ചുവിളക്കിലേക്ക് അദ്ദേഹം പോകും. ഇവിടെയാണ് റോഡ് ഷോ. പാലക്കാട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനം BJPക്ക് ഒരു ഗുണവും ചെയ്യില്ലെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനും UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും 24നോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്ന, പ്രധാനമന്ത്രി എത്തുന്ന അഞ്ചുവിളക്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി S. വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും നിഖിൽ പ്രമേശം നമ്മളോടൊപ്പമുണ്ട്. വിജയകുമാർ, പ്രധാനമന്ത്രി എത്ര മണിക്കാണ് പാലക്കാട് എത്തുക? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ പാലക്കാട് എവിടെയൊക്കെയാണ്? അഞ്ചുവിളക്കിലാണല്ലോ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിഷൻ സൗത്ത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാലക്കാട്ടെ ഇന്നത്തെ റോഡ് ഷോ. നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുസമ്മേളനവും റോഡ് ഷോകളും നടക്കുന്നത്. ഇന്നലെ തമിഴ്നാട്ടിലായിരുന്നു, ഇന്ന് അദ്ദേഹം പാലക്കാട്ടേക്ക് വരുന്നു. പാലക്കാട്ട് കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിലെത്തും. അതിനുശേഷം ഈ വിളക്ക് മുതൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നടക്കുന്നത്. 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് അദ്ദേഹത്തോടൊപ്പം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തുന്ന ആദ്യത്തെ പ്രചാരണ പരിപാടി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ അദ്ദേഹം പങ്കെടുത്ത ദിവസമാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അത് ഉച്ചയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം. അതിനുശേഷം 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ് ഇന്ന്. ഈ റോഡ് ഷോ മാത്രമാണ് അദ്ദേഹത്തിന് കേരളത്തിലുള്ളത്. തുടർച്ചയായി, അതായത് കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രധാനമന്ത്രി 5 തവണയാണ് കേരളത്തിൽ വന്നത്. BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, 130 ലോക്സഭാ മണ്ഡലങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെയുള്ളത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളായിരുന്നു BJP NDA സഖ്യത്തിനുണ്ടായിരുന്നത്. ആ സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നതാണ് ഇത്തവണത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളിൽ ഒന്ന്. അതിൽ തന്നെ തമിഴ്നാടും കേരളവും സവിശേഷമായ പ്രാധാന്യത്തോടെ BJP കാണുന്ന സംസ്ഥാനങ്ങളാണ്. തെലങ്കാനയും ആന്ധ്രയും, അവിടെ ആന്ധ്രയിൽ സഖ്യമുണ്ട്. TDP അടക്കം, ജനസേന അടക്കമുള്ള പാർട്ടികളെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്നുള്ള പോരാട്ടം തന്നെയാണ് BJP നടത്തുന്നത്. അതിൽ ഏറ്റവും വിജയസാധ്യതയുണ്ടെന്ന് BJP കരുതുന്ന, അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് നില ഉയരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് BJPയുടെ പ്രചാരണ നീക്കങ്ങൾ. അതിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും പാലക്കാടും സവിശേഷമായ പ്രാധാന്യത്തോടെ BJP ദേശീയ നേതൃത്വം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ഈ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി BJP അവിടെ പ്രധാനമന്ത്രിയെ തന്നെ എത്തിച്ചുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, മലമ്പുഴയും പാലക്കാടും അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP വലിയ പോരാട്ടം നടത്തിയിരുന്നു. 2ാം സ്ഥാനത്ത് വന്നതാണ്. പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. BJPക്ക് വോട്ട് കൂടുന്ന ട്രെൻഡ് നിലനിർത്തുന്ന മണ്ഡലങ്ങളാണിവ. അതുകൊണ്ട് ആ മണ്ഡലങ്ങളിൽ കൂടുതൽ വിജയകുമാർ, നമുക്ക് ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികളുടെ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴാണ് പാലക്കാട് എത്തുക? അദ്ദേഹം എപ്പോഴാണ് അഞ്ചുവിളക്കിലെത്തുക? അവിടെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അവിടെയാണ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, അഞ്ചുവിളക്ക് മുതൽ ഏതാണ്ട് 1 കിലോമീറ്റർ, 800 മീറ്റർ ആണ് ദൂരമുള്ളത്. ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഉള്ള ആ റോഡിലൂടെയാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അതിന് ഇരുവശത്തും ക്രമീകരിച്ചിരുന്ന ബാരിക്കേഡിന് പുറത്താണ്. ഇവിടെയാണ് ഈ റോഡിലൂടെയാണ് റോഡ് ഷോ നടക്കുന്നത്. ഇന്ന് ഈ റോഡ് ഷോ മാത്രമാണ് പ്രധാനമന്ത്രിക്ക് പാലക്കാട്ടുള്ളത്. അത് ഏതാണ്ട് ഒരു 10:30 തുടങ്ങും. 10:15 അദ്ദേഹം മേഴ്സി ഹെലിപ്പാഡിൽ, അല്ലെങ്കിൽ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അതിനുശേഷം ഇവിടേക്ക് റോഡ് മാർഗം എത്തും. അതിനുശേഷം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. ഏതാണ്ട് 20 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ റോഡ് ഷോ എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ നിലയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. റോഡിന് ഇരുവശവും ആളുകൾ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, പാലക്കാട് ഏതാണ്ട് 39 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയത്. കടുത്ത ചൂടിനെയൊക്കെ വേനലിന് അവധി നൽകി BJP പ്രവർത്തകർ ധാരാളം ഈ റോഡിന് ഇരുവശത്തും കാത്തു നിൽക്കുന്നുണ്ട്. ആ റോഡ് ഷോ മാത്രമാണ് ഇന്ന് പ്രധാനമന്ത്രിക്ക് ഇവിടെയുള്ളത്. അതിനുശേഷം അദ്ദേഹം കോയമ്പത്തൂരിലെത്തി അവിടെ നിന്ന് സേലത്തേക്ക് യാത്ര തിരിക്കും. സേലത്ത് പൊതുപരിപാടിയുണ്ട് ഇന്ന്. അവിടെ പട്ടാളി മക്കൾ കക്ഷിയുമായി BJP സഖ്യമുണ്ടാക്കിയതിനു ശേഷമുള്ള പരിപാടി
പരിപാടി ആയതുകൊണ്ട് ഡോക്ടർ അൻപുമണി രാംദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ വെച്ച് പ്രധാനമന്ത്രിയെ കാണുന്നുമുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ. അതിനുശേഷം ഡൽഹിയിലേക്ക് പോകും. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് BJPയുടെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക വരാനുണ്ട്. അതിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ വയനാട് ആര് മത്സരിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകും. ആലത്തൂർ, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആലത്തൂരിൽ ഇതുവരെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് ഇന്നൊരു പക്ഷേ ഉത്തരം കിട്ടും. പ്രധാനമന്ത്രി പാർലമെന്ററി ബോഡി യോഗത്തിലും തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹത്തിന്റെ തെക്കേ ഇന്ത്യൻ പര്യടനം ഉണ്ടാകും. ഇന്ന് പാലക്കാട്ട് ഈ റോഡ് ഷോയിൽ മാത്രമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അത് 10:30 മുതൽ ഏതാണ്ട് ഒരു 11 മണിക്കകം ആ റോഡ് ഷോ തീരും. 800 മീറ്റർ ദൂരത്താണ് ആ റോഡ് ഷോ നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങും. കോയമ്പത്തൂരിൽ നിന്നും എസ് വിജയകുമാറാണ് പാലക്കാട് അഞ്ചുവിളക്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിൽ അദ്ദേഹം പറന്നിറങ്ങും. അതിനുശേഷം അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുക അഞ്ചുവിളക്കിൽ നിന്നാണ്. ഇന്ന് പ്രധാനമന്ത്രിക്ക് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട പരിപാടി പാലക്കാട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ റോഡ് ഷോയാണ്. അതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ കേരളത്തിലേക്കുള്ള അടുത്തടുത്തായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ് പാലക്കാട്ട് ഇന്നുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. റോഡിന്റെ ഇരുവശത്തും അദ്ദേഹത്തെ കണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ജനക്കൂട്ടം എത്തിയിട്ടുണ്ട്. എസ് വിജയകുമാർ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രിയുടെ വരവ് ഒരു തരത്തിലും BJPക്ക് ഗുണം ചെയ്യില്ല എന്ന പ്രതികരണം നടത്തിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി A വിജയരാഘവനും UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും ഇക്കാര്യത്തിൽ 24നോട് പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിന് തൊട്ടു പിന്നാലെ നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. പ്രധാനമന്ത്രി മണ്ഡലത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച അവഗണനയ്ക്ക് ഉത്തരം പറയുകയാണ് വേണ്ടത്. ദശാബ്ദങ്ങളായിട്ട് നമ്മൾ പാലക്കാട്ടിൽ ഭൂമി കൊടുത്ത് ഒരു കോച്ച് ഫാക്ടറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വകാര്യ കോച്ച് ഫാക്ടറി ഉടമകളെ സഹായിച്ച് പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളുടെ വളർച്ചയെ തടയുകയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ചെയ്തത്. ദുർനയങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയോട് യഥാർത്ഥത്തിൽ മാപ്പ് പറയുന്ന പ്രധാനമന്ത്രിയുണ്ട്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രധാനമന്ത്രിയുടെ അർഹതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്നലെ റിഹേഴ്സൽ പരേഡ് എന്ന് പറഞ്ഞ് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭാഗത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ പ്രചണ്ഡമായ പ്രചരണം പ്രധാനമന്ത്രി ഒന്ന് നടത്തി. പക്ഷെ ജനങ്ങൾക്ക് അത് ഓർക്കാന്നല്ല, കേരളത്തിൽ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വോട്ടും കൂടില്ല. കാരണം 10 വർഷത്തെ ജനങ്ങൾ വിലയിരുന്നത് 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണമാണ്. ഇന്ത്യ മുഴുവൻ പാവപ്പെട്ടവർക്ക് വിലക്കയറ്റം കൊണ്ടും പൊറുതിമുട്ടിയ ജനങ്ങളെ കൊള്ളയടിച്ച ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. തൃശൂരിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചു എന്ന വിവാദം ആസൂത്രിതമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഗോപി ആശാനെ കാണാൻ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം LDFനെയും UDFനെയും അസ്വസ്ഥരാക്കുകയാണ്. കേരളം കഞ്ഞി കുടിക്കുന്നത് മോദി ഉള്ളതുകൊണ്ടാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ? സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ്. എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഏതാണ് ഈ ഇടനില? അപ്പോൾ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്. നിരാശരായിട്ടുള്ള CPMനും കോൺഗ്രസിനും ഇത്തരം പ്രചാരണങ്ങളിലൂടെ രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഇവിടെ റേഷനറി ലഭിക്കുമായിരുന്നില്ല, കുടിവെള്ളം കിട്ടുമായിരുന്നില്ല, സൗജന്യമായിട്ട് വൈദ്യുതി കിട്ടുമായിരുന്നില്ല. എല്ലാ തരത്തിലും ഇരുട്ടിലാവുമായിരുന്നു മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ. മോദി ഉള്ളതുകൊണ്ട് മാത്രമാണ്, NDA ഭരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം പാലക്കാട്ടെ മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി വന്നിറങ്ങും. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ചുവിളക്കിലാണ്. അവിടെ നിന്നും അദ്ദേഹം റോഡ് ഷോ ആയിട്ടാണ് മുന്നോട്ട് നീങ്ങുക. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ് ഇന്ന് പാലക്കാട്ട് നടക്കുന്നത്. സമീപ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥികൾ, 3 മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും. NDA സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനും ദക്ഷിണേന്ത്യയിൽ BJPക്ക് വേരോട്ടം ഉണ്ടാക്കുകയുമാണ് പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം. അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി തമിഴ്നാടിനൊപ്പം കേരളവുമുണ്ട്. അതുകൊണ്ട് രണ്ടാം
സ്ഥാനത്ത് എത്തി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഉറപ്പിക്കാൻ എന്ത് ചെയ്യാം എന്നതുകൂടി കണക്കുകൂട്ടിയാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ്. എസ് വിജയകുമാർ നേരത്തെ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകി. ഇപ്പോൾ നിഖിൽ പ്രമേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും. നിഖിൽ, ഇപ്പോഴേ പ്രധാനമന്ത്രി ഈ ഭാഗത്ത് കൂടിയാണോ വരുന്നത്? എന്തൊക്കെയാണ് നിഖിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്? പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇതാ പാലക്കാട് നഗരത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മേഴ്സി കോളേജ് മൈതാനത്ത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അതിനുശേഷം നേരെ റോഡ് മാർഗം അഞ്ചുവിളക്കിലേക്കാണ് എത്തുക. അഞ്ചുവിളക്കിൽ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത് അഞ്ചുവിളക്കിൽ നിന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ്. നമുക്കിവിടെ കാണാൻ കഴിയും ഏതാണ്ട് ഈ 39 ഡിഗ്രി ചൂടിനെ അവഗണിച്ചുകൊണ്ടും ഒരുപാടധികം ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി, ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. BJP കേന്ദ്രങ്ങൾ നേരത്തെ അറിയിച്ചതുപോലെ തന്നെ 50,000-ഓളം ആളുകൾ ഈ ഇരു ബാരിക്കേഡുകൾക്കും സമീപത്തായി ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഈ മേഴ്സി കോളേജ് മൈതാനത്ത് വന്നിറങ്ങും. അതിനുശേഷമുള്ള റൂട്ട് മാപ്പ് എന്നുള്ളത് ഇങ്ങനെയാണ്. അദ്ദേഹം റോഡ് മാർഗം അഞ്ചുവിളക്കിലേക്ക് എത്തുന്നു. അവിടെ എസ് വിജയകുമാറാണുള്ളത്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ റോഡ് ഷോ ആരംഭിക്കും. ഏതാണ്ട് ഒരു 35 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും റോഡ് ഷോ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനുള്ള ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്കാണ് റോഡ് ഷോ വന്നെത്തുക. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വലിയ ആവേശമാണ് നമുക്ക് പ്രവർത്തകരിൽ എല്ലാവരും തന്നെ കാണാൻ കഴിയുന്നത്. അതിരാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. പ്രധാനമന്ത്രി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. ഇതിനുശേഷം മറ്റു പരിപാടികളൊന്നും തന്നെയില്ല. നമുക്കറിയാം പാലക്കാട് മണ്ഡലത്തിന് ഇത്തവണ മുന്തിയ പരിഗണനയാണ് കേന്ദ്ര നേതൃത്വം തന്നെ നൽകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് റാലി, ഒരു റോഡ് ഷോ എന്ന് പറയുന്നത് അത് പാലക്കാടാണ് സംഘടിപ്പിക്കുന്നത്. അതിന് കാരണം BJP മുന്തിയ പരിഗണന നൽകുന്ന ഒരു 5 മണ്ഡലങ്ങളിൽ ഒന്നായാണ് പാലക്കാടിനെ പരിഗണിക്കുന്നത്. എത്രത്തോളം ആവേശങ്ങൾ അവിടെയുള്ള പ്രവർത്തകർക്കുണ്ട്? കാരണം ഭാരതത്തിൻ്റെ ഒരു പ്രധാന സേവകനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പാലക്കാട് ഈ നഗരം ഇന്ന് ഇത്രത്തോളം ആവേശകരമായിട്ട് തന്നെ നിലകൊള്ളുന്നത്. കാരണം നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ഇന്ന് അനുകൂലമാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ ജനങ്ങൾ ഈ നരേന്ദ്രമോദിജിയെ വരവേൽക്കാൻ ഇന്ന് ഈ പാലക്കാടിൻ്റെ ഈ ഒരു ചൂട്, അത്രത്തോളം ചൂട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലും നിലനിൽക്കുന്നത് ആ ഒരു ആവേശത്തിൻ്റെ മേലെയാണ്. അപ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം പാലക്കാടിനെ എത്രത്തോളം BJP അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ചേട്ടാ എവിടെ നിന്നായിരുന്നു? അട്ടപ്പള്ളം. ചേട്ടാ എവിടെ? ഞാൻ പാലക്കാടാ. നേരത്തെ വന്നോ? ഞാൻ വന്ന് 4 മണിക്കൂറായി. 4 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാൻ. ചൂടൊന്നും ഒരു പ്രശ്നമില്ല. ചൂട് പ്രശ്നമില്ല മോഡിക്ക് വേണ്ടി. ഉഷാറല്ലേ? ഉഷാറാണ്. ചേട്ടാ എവിടെ? ഇവിടെ തന്നെ. ടൗണിൽ തന്നെ. നമുക്കിവിടെ ഒരുപാട് പ്രവർത്തകരെ കാണാം കേട്ടോ, ഒരുപാട് മേഖലകളിൽ നിന്ന്. ചേട്ടാ എവിടെ വരുന്നത്? അട്ടപ്പാടിയിൽ നിന്ന് വരുന്നതാണ്. അട്ടപ്പാടിയിൽ നിന്നാണ് കാണാൻ വരുന്നത്. പ്രധാനമന്ത്രിയെ കാണാൻ. അതെ, വലിയ സന്തോഷമുണ്ട്. ഇവിടെ എത്തുമ്പോ ഇവിടെ ഇറങ്ങി നിങ്ങളൊക്കെ കൈ കാണിക്കുന്നു പ്രതീക്ഷിക്കുന്നു? അതെ, കാണിക്കുന്നുണ്ട്. ചേട്ടാ പട്ടാമ്പി. എല്ലാ മേഖലകളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ എത്തിച്ചേർന്നുണ്ട് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുന്നതിന് വേണ്ടി. ഞാൻ 18-ാം വാർഡിലെ കൃഷ്ണകുമാർ വാർഡിലുള്ള ആളാണ്. കൊപ്പത്തെ വീട്, ഈ ടൗണിലെ വീട്. കൃഷ്ണകുമാറിന് ഇത്തവണ എത്രത്തോളം സാധ്യതയുണ്ട്? ഇവിടെ ഉണ്ട്, നല്ല സാധ്യത. വലിയ സാധ്യത ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതാണ് എല്ലാവരും പറയുന്നത് തന്നെയാണ്. കാരണം 2 ലക്ഷത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ അദ്ദേഹം നേടിയത്. ഇത്തവണത്തെ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിക്കാൻ കഴിയുന്നതാണ് BJP പ്രവർത്തകരുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. പാലക്കാട് നമ്മൾ അങ്ങനെയാണ് കൃഷ്ണകുമാറിനെ കണ്ടിരിക്കുന്നത്. പാലക്കാട്ടുകാരനാണ്, അതുകൊണ്ട് പറയുന്നത്. ഇത്തവണ വലിയ പ്രതീക്ഷ നേതൃത്വം. നിഖിൽ പ്രമേഷാണ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്.